കഴിഞ്ഞ ദിവസം +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ വളരെ വിഷമത്തോടെ എന്നെ കാണാൻ വന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ മകൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്, എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് 5-ലായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്കൂളിൽ പോകാൻ പോലും മടിയാണ്, എപ്പോഴും തലവേദനയും നല്ല ടയേർഡുമാണ്. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു: എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? അവൻ വളരെ മടിച്ച് ഇങ്ങനെ പറഞ്ഞു: ചിലപ്പോൾ 1 മണി അല്ലെങ്കിൽ 2 മണി. ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാറേയില്ല. ഇത് ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഇന്നത്തെ ജനറേഷനിലെ പല കുട്ടികളും നേരിടുന്ന ഒരു സൈലന്റ് പ്രോബ്ലമാണ്. ഒരു പ്രിൻസിപ്പലായിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ വ്യക്തമായി കാണുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇന്നത്തെ പല കുട്ടികളും വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. അത് പഠിക്കുന്നത് കൊണ്ടല്ല, അവർ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. റീൽസ്, ഷോർട്ട് വീഡിയോസ്, ഗെയിമിംഗ്, ചാറ്റിംഗ്, യൂട്യൂബ് വീഡിയോസ്, ഇൻസ്റ്റഗ്രാം. ഇനി ഒരു വീഡിയോ മാത്രം കാണാമെന്ന് കരുതുന്നു, പക്ഷേ അത് ചിലപ്പോൾ 1 മണി, 2 മണി അല്ലെങ്കിൽ 3 മണി വരെ എത്തുന്നു. പിന്നെ രാവിലെ അലാം മുഴങ്ങുമ്പോൾ അല്ലെങ്കിൽ അമ്മ വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശരീരം ടയേർഡ് ആയിരിക്കും, ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ കുട്ടി പറയും, എനിക്ക് സുഖമില്ല, സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല. പാരന്റ്സ് ചിന്തിക്കും ഇതെന്തോ അസുഖമാണ് എന്ന്. എന്നാൽ പലപ്പോഴും ഇത് മോശം ജീവിതശൈലിയും ഉറക്കക്കുറവും കാരണമാണ്. ഇന്നത്തെ കുട്ടികൾ വളരുന്നത് ഒരു പുതിയ ലോകത്താണ്. മുൻപൊരിക്കലും ഹ്യൂമൻ ബ്രെയിൻ നേരിട്ടിട്ടില്ലാത്ത അത്രയും ഡിസ്ട്രാക്ഷൻസ് അവർ ഇന്ന് നേരിടുന്നു. സോഷ്യൽ മീഡിയ, റീൽസ്, ഷോർട്സ് പോലുള്ള ഷോർട്ട് ഫോം കണ്ടന്റ്, വീഡിയോ ഗെയിംസ്, ബിഞ്ച് വാച്ചിംഗ്, നിരന്തരമായ നോട്ടിഫിക്കേഷൻ. നാം ഒരു കാര്യം മനസ്സിലാക്കണം: ഈ ആപ്സ് എല്ലാം വളരെ അഡിക്റ്റീവായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെക്നോളജി കമ്പനീസ് മനുഷ്യരുടെ സൈക്കോളജിയും ബ്രെയിൻ സയൻസും പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ആപ്സ് ഡിസൈൻ ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നേയുള്ളൂ: നമ്മുടെ ശ്രദ്ധ അധിക നേരം പിടിച്ചു വയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി മത്സരിക്കുകയാണ്. ഫോൺ അഡിക്ഷന്റെ സൈക്കോളജി നോക്കിയാലും നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ റിവാർഡ് സിസ്റ്റം എന്നൊരു സംവിധാനമുണ്ട്. ഡോപ്പമിൻ എന്നത് ഒരു ബ്രെയിൻ കെമിക്കലാണ്. നമ്മൾ എന്തെങ്കിലും സന്തോഷകരമായ കാര്യം അനുഭവിക്കുമ്പോൾ ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഫണ്ണി റീൽ കാണുമ്പോൾ, ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ, ഒരു ലൈക്ക് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചെറിയൊരു ഡോപ്പമിൻ ബേസ്റ്റ് ഉണ്ടാകും. അത് ഒരു സന്തോഷകരമായ അനുഭവം നൽകുന്നു. അപ്പോൾ ബ്രെയിൻ പറയും ഇത് പിന്നെയും ചെയ്യണം. ഇതിനെ ഡോപ്പമിൻ റിവാർഡ് ലൂപ്പ് എന്ന് വിളിക്കുന്നു. പഠനം എഫേർട്ട് ആവശ്യപ്പെടുന്നു, എന്നാൽ സ്ക്രോളിംഗ് ഇൻസ്റ്റന്റ് പ്ലഷർ നൽകുന്നു. അതുകൊണ്ട് തന്നെ ബ്രെയിൻ ആ ഇൻസ്റ്റന്റ് പ്ലഷറിലേക്ക് പോകുന്നു. പഠനം നൽകുന്നത് ഡിലേഡ് റിവാർഡ് ആണ്. നല്ല മാർക്ക്, നല്ല കരിയർ. പക്ഷേ ബ്രെയിൻ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രെയിൻ പലപ്പോഴും ഇൻസ്റ്റന്റ് പ്ലഷറിനെ സെലക്ട് ചെയ്യുന്നു. ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ബ്രെയിനിൽ അതൊരു അലാം പോലെയാണ്. ഒരു 30 മിനിറ്റ് പഠിക്കാനിരിക്കുന്ന കുട്ടി 3 മിനിറ്റ് ഇടവേളയിൽ ഫോൺ ചെക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഫോക്കസ്ഡ് ആയോ കോൺസെൻട്രേറ്റഡ് ആയോ പഠിക്കാനുള്ള കഴിവ് ആ കുട്ടിക്ക് നഷ്ടപ്പെടും. ഒത്തിരി സമയം പഠിച്ചു എന്ന് കുട്ടിക്ക് തോന്നിയാലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബ്രെയിനിൽ മെമ്മറിയായി സ്റ്റോർ ആയിട്ടുണ്ടാവുകയുള്ളൂ. ബുദ്ധിയുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഇതിനെ സർക്കാഡിയൻ റിതം എന്ന് വിളിക്കുന്നു. 24 മണിക്കൂർ സൈക്കിളിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. രാത്രിയായാൽ ബ്രെയിൻ മെലറ്റോണിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യും. മെലറ്റോൺ ശരീരത്തോട് പറയുന്നത് ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമായി എന്നാണ്. ഉറക്ക സമയത്ത് ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യും. ഇത് പ്രത്യേകിച്ച് ടീനേജേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ഹോർമോണാണ്. രാവിലെ ആകുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നു. ഇത് രാവിലെ നമുക്ക് എനർജി നൽകുന്നു. എന്നാൽ ഉറക്കം കുറയുന്നത് ബ്രെയിനിന്റെ പല ഭാഗങ്ങളെയും ബാധിക്കുന്നു. പഠിക്കുന്നതെല്ലാം മെമ്മറിയായി കൺസോളിഡേറ്റ് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും ഡിസിഷൻ മേക്കിംഗ് സ്കിൽസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടക്സും അഫക്റ്റ് ആകുന്നു. മറ്റൊരു പ്രധാന ഭാഗം ബ്രെയിനിലെ ഫിയർ സെന്ററായ അമിഗ്ഡാലയാണ്. ഉറക്കം കുറയുമ്പോൾ അത് ഓവർ റിയാക്റ്റീവ് ആവുകയും ടീനേജേഴ്സിന് ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, മൂഡ് സ്വിങ്സ് എന്നിവ ഉണ്ടാവുകയും ചെയ്യും. മുൻപ് നന്നായി പഠിച്ചിരുന്ന കുട്ടി സ്ട്രഗിൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോൺ അഡിക്ഷനെ ഓവർകം ചെയ്യാനുള്ള 3 ടിപ്സ് നോക്കിയാലും. 1. ഫിക്സഡ് ഡിജിറ്റൽ കർഫ്യൂ. ഫോൺ ഉപയോഗത്തിന് ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുക. രാത്രി 9 മണിക്ക് ശേഷം ഫോൺ ഉപയോഗിക്കില്ല എന്ന് തീരുമാനിക്കുക. ഈ ഒരു സിമ്പിൾ റൂൾ നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. 2. റെസ്പെക്ട് യുവർ ബോഡി ക്ലോക്ക്. നമ്മുടെ ശരീരത്തിന് ഒരു നാച്ചുറൽ റിതം ഉണ്ട്. രാത്രി 10 മണിക്ക് മുമ്പ് ഉറങ്ങാനായി ശ്രമിക്കുക. നല്ല ഉറക്കം ലഭിച്ചാൽ കോൺസെൻട്രേഷൻ കൂടും, ഫോക്കസ് കൂടും, മെമ്മറി സ്ട്രോങ് ആകും. 3. സ്റ്റാർട്ട് ദി ഡേ വിത്ത് പർപ്പസ്. രാവിലെ 5 മണിക്കെങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. എഴുന്നേറ്റ ഉടൻ ഫോൺ നോക്കാതെ കുറച്ച് സമയം ശാന്തമായി ചിലവഴിക്കുക. അന്നത്തെ ദിവസത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കുക. സക്സസ്ഫുൾ ലൈഫ് വലിയ ഡിസിഷൻസ് കൊണ്ടല്ല,
ചെറിയ ഹാബിറ്റ്സ് കൊണ്ടാണ് തുടങ്ങുന്നത്. കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്, ഹാവ് എ ഗ്രേറ്റ് ലൈഫ്.